ॐ जडाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं दत्तात्रेयम् अहं भजेत्. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. അധ്യായം 7 സംഗ്രഹമാണ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം നരസാവധാനിയുടെ ആകർഷണ ശക്തിയൊക്കെ കുറഞ്ഞു. മുൻപാണെങ്കിൽ അദ്ദേഹം ആരെങ്കിലും ധ്യാനിച്ചാൽ അയാൾ തീർച്ചയായിട്ടും എത്ര ദൂരെയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് മുമ്പിൽ എത്തുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല. ആ കഴിവ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കുറഞ്ഞു. ഭയപ്പെട്ടിരുന്നവർക്കും വാഴ്ത്തി പറഞ്ഞിരുന്നവർക്കും എല്ലാം അദ്ദേഹത്തെ ഭയമില്ലാതാവുകയും എല്ലാവരും അവസരം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്യാൻ തുടങ്ങി. 2 നേരം ഭക്ഷണം കഴിക്കാനുള്ള ഉപായം പോലും ചുരുങ്ങി. ആ ശോച്യാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം തെരുവിലിറങ്ങി വിലപിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ബാപ്പനാര്യ ശ്രീപാദനെയും തോളിലേറ്റി അതുവഴി പോകുന്നത് കണ്ടു. അപ്പം നരസാവധാനിക്ക് ശ്രീപാദനോട് സംസാരിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട്. അതിനുശേഷം വശ്യമായ ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് ശ്രീപാദൻ അതുവഴി കടന്നുപോയി. അത് കഴിഞ്ഞ് നരസാവധാനി ശ്രേഷ്ഠിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെയും ശ്രീപാദ ശ്രീവല്ലഭനെ കാണുന്നു. അതിനുശേഷം ശ്രീവർമ്മയുടെ തോളിൽ കയറിയിരിക്കുന്ന ശ്രീവല്ലഭനെയും കാണുന്നു. അങ്ങനെ ഒരേ സമയം ശ്രീവല്ലഭനെ മുത്തച്ഛൻ്റെയും ശ്രീവർമ്മയുടെയും ശ്രേഷ്ഠിയുടെയൊക്കെ വീട്ടിൽ കാണുമ്പോൾ നരസാവധാനി ആകെ ചിന്താക്കുഴപ്പത്തിലാകുന്നു. താൻ സ്വപ്നം കാണുകയാണോ എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നു. പട്ടണത്തിലെ ജനങ്ങൾ നരസാവധാനിയെ അധിക്ഷേപിക്കുകയും ദത്തവിഗ്രഹം മോഷണം നടക്കാൻ കാരണമായത് നരസാവധാനിയാണെന്നൊക്കെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. നരസാവധാനി ഒരു ഉദ്ദേശവുമില്ലാതെ ഇങ്ങനെ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഭർത്താവിനെ ഒരു ഭ്രാന്തനെ പോലെ കണ്ട് ദുഃഖിച്ച ഭാര്യ കഠിന ദുഃഖത്തെ ശമിപ്പിക്കാനായിട്ട് അവർ രണ്ടുപേരും കൂടെ പൂജാമുറിയിലേക്ക് പോയി. അവിടെ ശ്രീപാദ ശ്രീവല്ലഭൻ അവർക്ക് ദർശനം നൽകുന്നുണ്ട്. അങ്ങനെ അവർ അത്ഭുതത്തോടു കൂടി, അവർ സന്തോഷത്തോടു കൂടി ശ്രീപാദനോട് ചീരക്കറിയോട് കൂടിയ ഭക്ഷണം കഴിക്കാൻ പങ്കുകൊള്ളണം എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ശ്രീപാദൻ അതിന് സമ്മതിക്കുന്നില്ല. സമയത്തിൻ്റെയും കാരണത്തിൻ്റെയും പ്രവൃത്തിയുടെയും ഘടകങ്ങൾ അനുകൂലമാകുമ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ എന്ന് പറയുന്നു. പൂജാമുറിയിൽ വെച്ച് ശ്രീപാദൻ നരസാവധാനിക്കും ഭാര്യയ്ക്കും പ്രയോജനകരമായിട്ടുള്ള ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അതൊരു സംവാദ രൂപത്തിൽ ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 14 ലോകങ്ങളുടെ വർണ്ണനയാണ്. അതായത് ആദ്യം പരമാത്മാവാണല്ലോ ഉണ്ടായിരുന്നത്. ആ പരമാത്മാവിൻ്റെ ശക്തിയിൽ നിന്ന് ഒരംശം പ്രപഞ്ചത്തിൻ്റെ നിർമ്മിതിക്കായിട്ടുള്ള ബ്രഹ്മൻ്റെ രൂപം എടുത്തു. പിന്നെ ആ പരമാത്മാവിൽ നിന്ന് തന്നെ വന്ന വെള്ളം ക്രമേണ എല്ലായിടത്തും പരന്നു. ആ തേജസ്സുള്ള ജലത്തിൽ അനേകം കോടി സ്വർണ്ണ അണ്ഡങ്ങൾ രൂപപ്പെട്ടു. ഈ അണ്ഡമാണ് ബ്രഹ്മാണ്ഡം അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്നത്. കോടിക്കണക്കിനെണ്ണം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആ ഒരണ്ഡത്തിൻ്റെ അകത്തുള്ളതാണ് ഈ 14 ലോകങ്ങൾ. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ അണ്ഡത്തിൻ്റെ അകം ഇരുൾ നിറഞ്ഞപ്പോൾ പരമേശ്വരൻ്റെ പ്രകാശം മൂർത്തീകരിക്കപ്പെട്ടു. അങ്ങനെ അത് അനിരുദ്ധൻ എന്ന പേരിൽ പ്രസിദ്ധി നേടി. അദ്ദേഹം അണ്ഡത്തിനെ അതിൻ്റെ മഹത്തായ ദീപ്തിയോടെ ഉജ്ജ്വലിപ്പിച്ചപ്പോൾ നമ്മൾ ഈ വേദങ്ങളിലൊക്കെ പറയുന്ന സൂര്യൻ, സവിതാവ്, ഹിരണ്യഗർഭൻ, പരംജ്യോതി എന്നൊക്കെയുള്ള പേരിൽ നമ്മൾ ആരാധിക്കുന്നത് ആ പ്രകാശത്തെയാണ്. അതിൽ ഏറ്റവും മുകളിൽ വരുന്നത് സത്യലോകം. സത്യലോകത്തിലെ ഒരു സ്ഥാനമാണ് നിരാമയ സ്ഥാനം. അവിടെ വസുരുദ്ര ആദിത്യന്മാർ വസിക്കുന്നു. പിന്നെ വിദ്യാധര സ്ഥാനം അല്ലെങ്കിൽ പുരാണപുരം എന്നൊരു സ്ഥലവും സത്യലോകത്തിലുണ്ട്. പിന്നെ ഏറ്റവും മുകളിൽ വരുന്നത് കാരണവൈകുണ്ഠമാണ്. അതിൻ്റെ താഴെ മഹാകൈലാസം, അതിന് താഴെ ശ്രീനഗരം മൂലപ്രകൃതി സ്ഥാനം, അതിന് താഴെ കാരണ ബ്രഹ്മലോകം. അത് കഴിഞ്ഞ് തൊട്ട് താഴെ വരുന്ന ലോകം തപോലോകം. ആ തപോലോകത്തിലാണ് സിദ്ധന്മാരുള്ളത്. അതിന് തൊട്ട് താഴെ വരുന്നത് 3-ാമത്തെ ലോകം ജനലോകം. അവിടെ സനകൻ, സനന്ദൻ മുതലായ ഋഷിമാരാണുള്ളത്. അവിടുത്തെ അംബാവതീപുരം എന്ന സ്ഥലത്താണ് അവർ
ഉള്ളത്. ഇനി നാലാമത്തത് മഹർലോകം. അവിടെ സിദ്ധന്മാരും ഋഷികളുമാണുള്ളത്. ജ്യോതിഷ്മതീപുരം എന്ന സ്ഥലത്താണ് അവരുള്ളത്. സുവർലോകം ആണ് അതിന് താഴെ. അതിന് അമരാവതീപുരം എന്ന സ്ഥലത്ത് ഇന്ദ്രനും ദേവന്മാരും. അത് കഴിഞ്ഞ് ഭുവർലോകം. അവിടെ രഥന്ധരപുരം എന്ന സ്ഥലത്ത് വിശ്വകർമ്മൻ. അതിന് താഴെയാണ് ഭൂലോകം. ആ ഭൂലോകം എന്ന് പറയുന്നത് ഭൂഗോളവും മഹാഭൂമി എന്ന് പറയുന്നതും കൂടെ ചേർന്നതാണ്. അതിന് താഴെ എട്ടാമത്തതായിട്ട് വരുന്നത് പാതാള ലോകത്തിലെ 7 ഭാഗങ്ങളാണ്. അതായത് എട്ടാമത്തത് അദല. അദല എന്ന് പറയുന്നിടത്ത് പിശാചുക്കളാണ്. വിതല എന്ന് പറയുന്നിടത്ത് അതിലുള്ള അളകാപുരി എന്ന സ്ഥലത്ത് കുബേരനും യോഗിനീപുരത്ത് മയന്മാരും രാക്ഷസന്മാരും. അതുപോലെ സുതല എന്ന് പറയുന്നിടത്ത് ബലി. വൈവസ്വതപുരം എന്ന സ്ഥലത്ത് യമധർമ്മരാജൻ. അതിനുശേഷം രസാതലം എന്ന ലോകമാണ്. അവിടെ പുണ്യപുരം എന്ന സ്ഥലത്ത് നിര്യതി എന്ന അസുരനും ഭൂതാദി വർഗങ്ങളും ഉണ്ട്. അതിനുശേഷം തലാതലം. അവിടെ കൈലാസപുരം എന്ന സ്ഥലത്ത് രുദ്രനും തലാതലത്തിലെ തന്നെ ധനിഷ്ഠപുരം എന്ന സ്ഥലത്ത് ഭേദാളവും ഉണ്ട്. മഹാതലത്തിലെ പിതൃദേവത. പാതാളം ശ്വേതദ്വീപ വൈകുണ്ഠം എന്ന സ്ഥലത്ത് നാരായണനും ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയ ഒരു നോട്ട് കാണിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന സത്യലോകം, തപോലോകം, ജനലോകം, മഹർലോകം, സുവർലോകം, അങ്ങനെ 5 ലോകങ്ങൾ ആണ്. അതെല്ലാം ആ 5 എണ്ണം കൂടെ ചേർന്നതിനെയാണ് സ്വർഗം എന്ന് പറയുന്നത്. 6ഉം 7ഉം അതായത് ഭുവർലോകവും ഭൂലോകവും കൂടെ ചേർന്നതാണ് മർത്യലോകം എന്നറിയപ്പെടുന്നത്. അതിനുശേഷമുള്ള 7 തലങ്ങളാണ് പാതാളം എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. ഭൂലോകത്തിൻ്റെ 2 ഭാഗങ്ങളാണ് ഭൂഗോളവും മഹാഭൂമി എന്ന് പറയുന്നതും. അതിൽ ഭൂഗോളത്തിലാണ് മനുഷ്യന്മാർ താമസിക്കുന്നത്. ചെറുനാരങ്ങ പോലെയുള്ള ഒരിതാണ് ഭൂഗോളം എന്ന് പറയുന്നത്. ഈ മഹാഭൂമി എന്ന് പറയുന്നത് ആമയുടെ പുറന്തോട് പോലെ നടുവിൽ ഉയർന്ന ഒരു പ്രദേശത്തോടു കൂടി വട്ടത്തിലുള്ളതാണ്. അതിൻ്റെ മധ്യത്തിലായിട്ട് ഒരു മേരുപർവ്വതം എന്നൊരു പർവ്വതം ഉണ്ട്. ആ മേരുപർവ്വതത്തിന് ചുറ്റുമായിട്ടാണ് ഈ മഹാഭൂമി സ്ഥിതി ചെയ്യുന്നത്. അത് ബ്രഹ്മാണ്ടത്തിൻ്റെ മതിൽ വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ആ മേരുപർവ്വതത്തെ ചുറ്റിയുള്ള മഹാഭൂമിയുടെ ഭാഗമാണ് ജംബുദ്വീപം എന്ന് പറയുന്നത്. ഈ മഹാഭൂമിയിൽ 7 ദ്വീപങ്ങളും 7 സമുദ്രങ്ങളും ഉണ്ട്. അതിലൊന്നാണ് ജംബുദ്വീപം. ഈ ജംബുദ്വീപത്തിന് 9 ഖണ്ഡങ്ങൾ അല്ലെങ്കിൽ വൻകരകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ഓരോ ഖണ്ഡങ്ങളിലും ആരൊക്കെയാണ് വസിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. ഈ മഹാഭൂമിയിലെ 7 ദ്വീപുകളെ വലയം ചെയ്തുകൊണ്ട് ചരാചര പർവ്വതം, ചക്രവാള പർവ്വതം, ലോകാലോക പർവ്വതം തുടങ്ങിയവ സ്വർഗലോകം വരെ ഉയർന്നു നിൽക്കുന്നു. ഈ ചക്രവാള പർവ്വതത്തിൻ്റെ മുകളിലായിട്ടാണ് പ്രകാശചക്രം ഉറപ്പിച്ചിരിക്കുന്നത്. ആ തീക്ഷ്ണമായ പ്രകാശത്തിന് കടന്നു പോകാനായിട്ട് 7 മാർഗങ്ങളുണ്ട്. അതിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം ഭൂമിക്ക് ചുറ്റും ആ പ്രകാശം കടന്നു പോകുന്നു. സൂര്യരശ്മികൾക്ക് ലോകാലോക പർവ്വതം കടന്ന് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ലോകാലോക പർവ്വതത്തിനും പ്രപഞ്ചത്തിൻ്റെ മതിലിനും ഇടയ്ക്കുള്ള പ്രദേശം എപ്പോഴും ഇരുട്ടിലാണ്. പിന്നെ ഈ മഹാഭൂമിയിലുള്ള 7 ദ്വീപുകളിൽ ആരൊക്കെയാണ് അധിപതികളെന്നും അവിടെയുള്ള ആരാധ്യ ദൈവം ഏതാണെന്നും അവിടെയുള്ള 4 ജാതികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്.